Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള പാൽവാഴക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൽവാഴക്ക ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പാലും പഴവും പിന്നെ സാബൂനരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് പാൽവാഴക്ക ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 2 നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കനം കുറച്ച് അരിയണ്ട കേട്ടോ. കുറച്ച് ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുപ്പേറിയതും പിന്നെ പഴുപ്പ് കുറവുള്ളതും എടുക്കരുത് കേട്ടോ. ഒരു മീഡിയം പഴുപ്പുള്ള പഴം വേണം നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സാബൂനരിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് സാബൂനരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അളവ് കപ്പില്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുത്താലും മതി. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആ ഒരു ഗ്ലാസിൻ്റെ അളവ് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാബൂനരി ഇങ്ങനെ സോക്ക് ചെയ്തെടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. അപ്പം ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ പകരമായിട്ട് വാനില എസൻസ് വേണേലും ഉപയോഗിക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് വേണം. പിന്നെ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വേണം. അപ്പം ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഐറ്റംസ് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പാൽവാഴക്ക ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സാബൂനരി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സാബൂനരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാബൂനരി എപ്പോൾ വേവിച്ചെടുക്കുകയാണെങ്കിലും കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ. ഇപ്പോൾ വെന്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ ഇതാ സാബൂനരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം പെട്ടെന്ന് തന്നെ തിക്കായി വരുന്നതുകൊണ്ട് തന്നെ അടി പിടിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ സാബൂനരി ഒരു വൈറ്റ് കളറിലല്ല ഉള്ളത്. സാബൂനരി വെന്ത് വന്നാൽ ഈ ഒരു വൈറ്റ് കളർ പോയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒക്കെ പോലെ അങ്ങനെ ആവും കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, സാബൂനരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തിക്കായി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ തിളച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതവിടെ മുഴുവനായി വെന്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാൽവാഴക്കയിലേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരമായിട്ട് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഒന്നുകൂടെ കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്യുമ്പോഴാണ്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായൊക്കെ വരുമ്പം നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് രണ്ടും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. നമുക്ക് അത് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണം.
ഇനിയിപ്പോൾ ഈ ഒരു പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് സമയം അങ്ങനെ പഴം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് നെയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/2 ലിറ്റർ അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പാലും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പഴം കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു പാല് കിടന്നിട്ട് വേണം പഴം നന്നായിട്ട് കുക്കായി വരാൻ. അപ്പം പഴം നന്നായി കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. പഴം നന്നായിട്ട് മഞ്ഞ കളറാവും. അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം അത്രയും മഞ്ഞ കളർ ഉണ്ടാവില്ല, പക്ഷേ കുക്കായി വരുമ്പം നന്നായിട്ട് മഞ്ഞ കളറായി വരും. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. പഴം കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഇത്രയും മഞ്ഞ കളറേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം കുക്കായിട്ട് വരുമ്പം നന്നായിട്ട് മഞ്ഞ കളറാവും. പിന്നെ പാലിൻ്റെ കളറും ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് മഞ്ഞ കളറാവും. 2-3 മിനിറ്റ് പാലും പഴം ഇതേപോലെ നന്നായിട്ടൊന്ന് തിളക്കുമ്പം പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം അത്യാവശ്യത്തിന് നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിത് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരി ചേർത്ത് കൊടുക്കാം കേട്ടോ. സാബുനരി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഒന്നുകിൽ ഒരു 3-4 ഏലക്ക ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം അല്ലെങ്കിൽ ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് പകരമായിട്ട് വാനില എസെൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ വാഴക്ക ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള പോലെയാവും ഉണ്ടാവുക, അത് കുഴപ്പമില്ല. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ടുള്ളത്. ഇതൊന്ന് ചൂടാറി വരുമ്പം തിക്കാവും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ചൂടാറിയപ്പം തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് പാൽ വാഴക്ക ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഒരു മധുരം കഴിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴവും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കുറച്ച് മുമ്പ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക. കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് നോക്കിക്കോ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലത്തെ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക്